ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസമാണ്. എനിക്ക് വലിയ സന്തോഷമാണ് മൺഡേ മോട്ടിവേഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ. കാര്യം നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ പോലൊരു ഫീലിംഗ് ആണ് എനിക്ക്. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മൺഡേ മോട്ടിവേഷൻ. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇന്നത്തെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ നേരത്തെ ഞാനിങ്ങനെ ആലോചിച്ചു. 1-2 റിക്വസ്റ്റുകൾ വന്ന് ചില ടോപ്പിക്സ് എടുക്കാം എന്ന് വിചാരിച്ചു. അതിലൊന്നാണ്, എങ്ങനെയാണ് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറേ ആളുകളുടെ ഇടയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. ഇതൊരു വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം അത് നമ്മൾ അത്രയും ബോധപൂർവം ശ്രമിച്ചാൽ മാത്രമേ ഇങ്ങനെ നെഗറ്റീവിൻ്റെ ഇടയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ആഗ്രഹിക്കുന്നു, ചില ആൾക്കാർ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളൊരു സന്തോഷം ഒരാളുമായിട്ട് പങ്കിടുമ്പോൾ ആ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ആ അത്രയും സന്തോഷം നമുക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ നമുക്ക് തോന്നും, എന്ത് പറ്റി ആൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് തോന്നും. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ സന്തോഷം ഒരു പൊടിക്ക് താഴോട്ട് പോകും. അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിയാക്ഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടാകാം ഇത്തരം റിയാക്ഷൻസ്, ബന്ധുമിത്രാദികളുടെ ഇടയിലുണ്ടാകാം. അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുണ്ട്. ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്ലേസിൽ നമ്മുടെ സുപ്പീരിയേഴ്സിൻ്റെ ഇടയിൽ നിന്നാകാം, കൊളീഗ്സിൻ്റെ ഇടയിൽ നിന്നാകാം. ഇങ്ങനെയൊക്കെ പല പല മേഖലകളിലും ഇതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയാണ് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസ്. അപ്പോൾ കൂട്ടുകാരെന്ന് വയ്ക്കുക, ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുറേ കൂട്ടുകാർ അടിച്ച് പൊളിച്ച് നടക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ അത് അവൻ കൊണ്ടുവന്ന് ബാക്കി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ബാക്കി കുറേ പേര് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും, കുറേ ഫ്രണ്ട്സ് പറയും, എടാ അളിയാ അടിപൊളി നിനക്ക് കിട്ടിയല്ലോ, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. ചിലപ്പോൾ അതിൽ ഒരാൾ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടാവും, നീ ചിലപ്പോൾ കോപ്പി അടിച്ചിട്ടായിരിക്കും നിനക്ക് ഫസ്റ്റ് റാങ്ക്, അല്ല നീ പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല ചെയ്ത്. അപ്പോൾ അവിടെ എന്താണ്? അതൊരു നെഗറ്റീവ് തോട്ടല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ഫസ്റ്റ് റാങ്ക് മേടിച്ചെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വിഷമം വരില്ല, എന്ത് പറ്റി അവൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് തോന്നാം. ഇതൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് ഒരു റിയൽ ഇൻസിഡൻറ്റോ സംഭവമൊന്നും അല്ല. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യത്തിനും, അപ്പോൾ നമ്മളൊരു നല്ല സാരി ഉടുത്ത്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഇത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയാണ്, ഏറ്റവും ബെസ്റ്റ് സാരിയാണ്. ഒരാളുടെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ട് സാരി, നല്ല ഭംഗിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇത് അത്ര പോരാ, ഈ കളർ തനിക്ക് ചേരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സ്വയം തോന്നി ഇത് നല്ലതായിട്ട് ചേരുന്നു എന്ന് കണ്ണാടി നോക്കി ചേർന്ന് ഇരിക്കുന്നൊരു സാരിയാണെന്ന് തോന്നിയിട്ടാണല്ലോ വാങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഒരു തോന്നൽ അതാണ്, നമുക്ക് നല്ല ചേരുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ പറയാം ഈ കളറ് ചേരില്ല, വളരെ മങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ കണ്ടിട്ട് രസമില്ല എന്ന് പറഞ്ഞാൽ അപ്പം തീർന്നു, ആൾ ഡൗൺ ആയി. അപ്പോൾ അതൊരു നെഗറ്റീവ് കമൻറ്റാണ്. അപ്പോൾ ഉടനെ പോസിറ്റീവായിട്ട് ചിരിച്ച് കളിച്ച് വന്ന ആൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഈ സാരി മാറണോ, അവർ പറഞ്ഞത് ശരിയാണോ, 2-3 പ്രാവശ്യം ഇങ്ങനെ ആ തോട്ട് മനസ്സിലൂടെ കടന്നു പോകും. വേറൊരു സാരി ഉടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജീവിതത്തിൽ പല സ്ഥലത്തും പല ഘട്ടങ്ങളിലും ഇതുപോലെയൊന്നും അല്ല, ഇതിലും ഭീകരമായ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻസും നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം കേട്ടാലും നമ്മൾ ഉള്ളിലേക്ക് എടുക്കരുത്, നമ്മളെ അത് ബാധിക്കരുത്. ആ രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്ത് വയ്ക്കുക. നമ്മൾക്ക് തോന്നുന്നത് എന്താണോ നല്ലതാണെന്ന് തോന്നുന്നത് അത് നല്ലത് തന്നെയാണ്. അതിലിനി വേറെ സംസാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ സാരി നല്ലതാണെങ്കിൽ ആ സാരി നല്ലതാണ്, ദാറ്റ് ഈസ് അവർ ഡിസിഷൻ അല്ലേ. അതുകൊണ്ട് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മളൊന്ന് തയ്യാറായി പോകണം, നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആകണം. നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വലയം തീർത്തുകൊണ്ട് മാത്രമേ അവരുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാവുള്ളൂ. എന്ത് പറഞ്ഞാലും നമുക്ക് ഏശരുത്, അതാണ് പ്രധാന കാര്യം. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റിയാലിറ്റിയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതല്ല, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ലോകത്ത് എത്രയോ കോടാനുകോടി ആൾക്കാർ ജീവിക്കുന്നു. ഇതിൽ എത്ര പേരാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, എത്ര പേരാണ് പോസിറ്റീവ്? ഇതിലൊരു ചെറിയ ശതമാനം, മേ ബി ഒരു 25% ഓഫ് ആൾക്കാരൊക്കെ ആയിരിക്കും ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആൾക്കാർ. ബാക്കി 75% ആൾക്കാരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ തന്നെയാണ്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളും ഞാനും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഓരോ മനുഷ്യരും അങ്ങനെ മോശമായിട്ടോ നെഗറ്റീവെന്നോ പോസിറ്റീവെന്നോ പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമോട് കൂടി അല്ല പുറത്തേക്ക് വരുന്നത്. എല്ലാവരും വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കുറച്ച് ആൾക്കാർ നെഗറ്റീവും കുറച്ച് ആൾക്കാർ പോസിറ്റീവായി മാറുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വളരുന്ന സാഹചര്യം, നമ്മുടെ ചുറ്റുമുള്ള ചുറ്റുപാടുകൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം, മറ്റ് മൂല്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്, പിന്നെന്താ ജീവിത സാഹചര്യങ്ങൾ, പിന്നെ അനുഭവങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു വ്യക്തി പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും ചിന്തകൾ മാറി മറിയുന്നത്.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊരു വ്യക്തിയെയും നമ്മൾ കുറ്റം പറയുന്ന ഒരാളാണെങ്കിൽ പോലും, നമ്മളെ കുറ്റം പറയുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ നെഗറ്റീവായിട്ട് കാണണ്ട. നമ്മളെന്തായാലും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ആ ഒരു വ്യക്തിയിലും 100% നെഗറ്റിവിറ്റി മാത്രമായിരിക്കില്ല, എവിടെയെങ്കിലും നന്മയുടെ ഒരു അംശം ഉണ്ടാവും, പോസിറ്റിവിറ്റിയുടെ ഒരു അംശം ഉണ്ടാകും. അപ്പോൾ ഒരാൾക്ക് 10 ക്വാളിറ്റീസ് ഉണ്ടെന്ന് നോക്കുക, ഇരിക്കുക. ഓക്കെ, 10 ക്വാളിറ്റീസ് അതെ, നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ 10 ക്വാളിറ്റീസ് ഉണ്ട്. ആ 10 ക്വാളിറ്റീസിൽ 8 നെഗറ്റീവ് ക്വാളിറ്റീസാണ്, 2 പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ 2 ഇഷ്ടപ്പെടുക, ആ 2 പോസിറ്റീവ് ക്വാളിറ്റി മാത്രം എടുക്കുക, ഈ 8 നെഗറ്റീവ് ക്വാളിറ്റീസിനെ അങ്ങ് മറക്കുക. എന്നിട്ട് വിചാരിക്കുക, പോട്ടെ, അവൻ ആ രണ്ട് ഗുണമെങ്കിലും ഉള്ളൊരുത്തനാണല്ലോ എന്ന് തന്നെ അങ്ങ് വിചാരിച്ചും ആ കാര്യം അങ്ങ് ഇൻസിഡൻറ്റ് അങ്ങ് മറക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരിക്കലും ആ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരാതിരിക്കുക. പിന്നെ നമ്മൾ ചിന്തിക്കുക, ഒരാളൊരു കമൻറ്റ് അടിക്കുന്നു, നമുക്കെതിരായിട്ടൊരു നെഗറ്റീവ് കമൻറ്റ് അടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനൊരു നെഗറ്റീവ് കമൻറ്റ് അടിച്ചത്? ഈ വ്യക്തി എന്തിനാണ് അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞത്? അതിൻ്റെ ചേതോ വികാരം എന്താണ്? ആ പറഞ്ഞതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? സാമാന്യ ബുദ്ധി ഉള്ള ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ട്. നമുക്ക് സ്വയം അറിയാലോ, ആ സിറ്റുവേഷനിൽ അവിടെ ഒരു നെഗറ്റീവ് കമൻറ്റിൻ്റെ ആവശ്യമില്ല. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളത് ആലോചിക്കുക. അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കണം, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഓക്കെ, ദർ ഇസ് സം റീസൺ. ആ റീസൻ്റെ ആ സോഴ്സ് കണ്ടുപിടിക്കുക. ആ റീസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സേഫായി. നമുക്ക് മനസ്സിലായി ഇന്ന കാര്യം കൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുന്നത് ആ ആൾക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും പേടിയാണ് സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട്. കാരണം എന്താണ്, അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഇനി സങ്കടമാകുമോ, ആരെങ്കിലും ഒക്കെ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു ദൃഷ്ടിദോഷം പോലെ ആയി നമ്മുടെ സന്തോഷമൊക്കെ കെട്ടുപോകുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അത്രയ്ക്ക് പേടിയാണ്, നെഗറ്റീവ് എനർജിയെ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം പേടികളൊന്നും വേണ്ട. അപ്പോൾ ചിന്തിക്കുക, ഈ ലോകത്ത് പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പിന്നെ ഇതൊരു വനമാണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, ലോകം ഒരു വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് മനുഷ്യൻ മാത്രമല്ലല്ലോ ഉള്ളത്, അവിടെ മൃഗങ്ങൾക്കും എല്ലാവർക്കും എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു ഭൂഖണ്ഡമാണ്. അപ്പോൾ അവിടെ നമുക്കുള്ളതുപോലെ തന്നെ ഒരു ജംഗിളിൽ, അതായത് കാട്ടിനുള്ളിലും ചില നിയമങ്ങളും കുറേ ആൾക്കാരും ഉണ്ടല്ലേ. അവിടെ പലതരം മൃഗങ്ങളുണ്ട്, ആനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്, കരടിയുണ്ട്, പിന്നെ ചെറിയ ചെറിയ പക്ഷികളുണ്ട്, പിന്നെ ഇഴജന്തുക്കളുണ്ട്, കുഞ്ഞ് അണ്ണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പല 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 കാറ്റഗറി ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, മനുഷ്യൻ ജീവിക്കുന്ന ഭാഗങ്ങളിലും സിവിലൈസ്ഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലും ഒക്കെ പലതരം ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ലല്ലോ, ജനിക്കുന്നത് ഒരുപോലെ ആണെങ്കിലും വളർന്നു വരുന്ന സാഹചര്യം കൊണ്ട് ഓരോരുത്തരും ഓരോ രീതി ആകുന്നുണ്ട്. കാഴ്ചയിൽ ചിലപ്പോൾ മനുഷ്യരെല്ലാം തന്നെ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും, സ്ട്രക്ചറലി കൈയും കാലും ശരീരഘടനയൊക്കെ വെച്ചിട്ട്. അതിൽ കളറിൻ്റെ വ്യത്യാസം, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളും ഒക്കെയാണ് ഫിസിക്കലി വരിക. പക്ഷേ മെൻ്റലി ഒരുപാട് വ്യത്യാസങ്ങൾ മനുഷ്യർക്ക് തമ്മിലുണ്ട്. മൃഗങ്ങളുടെ കാര്യത്തിൽ മാൻ വളരെ പാവമാണ്, പക്ഷേ കടുവ, സിംഹം, ആന, അപ്പോൾ ചിലതിന് ബലം കൂടുതലാണ്, ചിലതിന് ശൗര്യം കൂടുതലാണ്, ചിലത് വളരെ പാവമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന പോലെ മനുഷ്യരുടെ ഇടയിലും മാറ്റങ്ങളുണ്ടാവും, പലതിനും പല ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാതെ നമ്മളെല്ലാം പേടിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്തരം ചിന്തകളാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മളെ അങ്ങ് എക്യുപ്പ് ചെയ്യുക. നമ്മൾ അതിലൊന്നും ബാധിക്കരുത് നമ്മളെ. സാരമില്ല, നമ്മളത് ആ പോസിറ്റീവായിട്ട് അങ്ങ് എടുത്താൽ മതി. അവർ ഏത് നെഗറ്റീവ് കാര്യം പറഞ്ഞാലും അപ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീരും. അല്ലാതെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ എനർജി കളയേണ്ട കാര്യമുണ്ടോ? ഇവർ പറഞ്ഞ കാര്യങ്ങളുടെ പിന്നാലെ പോവുകയും അതിനൊരു മറുപടി കൊടുക്കുകയും അല്ലെങ്കിൽ അതിന് പ്രതികാരം ചെയ്യാൻ നടക്കുകയും അല്ലെങ്കിൽ അത് എന്തിനങ്ങനെ പറഞ്ഞു അത് നമുക്ക് തിരിച്ച് പറയണം, അങ്ങനെയൊക്കെ വിചാരിച്ച് നടന്നാൽ നമ്മുടെ തോട്ട്സിൽ വീണ്ടും നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എനർജി പോവും, നമ്മുടെ ആരോഗ്യം പോവും, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് എല്ലാം നഷ്ടപ്പെടും, നമ്മുടെ സമയവും. എന്തിനാ വെറുതെ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളുടെ കാര്യങ്ങൾ എന്താണോ അത് ഫോക്കസ് ചെയ്ത് പോവുക. വേറൊരാൾ പറയുന്ന നെഗറ്റീവ് കമൻറ്റ്സ് നമ്മളെ ഒരിക്കലും ബാധിക്കാനേ പാടില്ല. നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്ന എത്രയോ ആൾക്കാർക്ക് നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അത് മാത്രം കേൾക്കുക, സന്തോഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം സന്തോഷിച്ചുകൊണ്ട് നടക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ സാധാരണ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? റോഡിൽ കൂടെ പോകണു, നല്ല വീതിയുള്ള റോഡാണ്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഭയങ്കര ഒരു കുഴി പോലെ കിടക്കുന്നു, അവിടെ ഫുൾ ചെളി. ഒരുപാട് വലിയ കുഴിയല്ല, നടന്നു പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ചെളി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ ചെളിയിൽ കൂടെ ചവിട്ടിയാണോ മുന്നോട്ട് പോകുന്നത്, അതോ സൈഡിലുള്ള വഴിയിലൂടെ പോകുമോ? കുറച്ച് സ്പേസ് അല്ലാണ്ടും ഉണ്ട്, നമ്മൾ ഏത് വഴി പോകും? നമ്മൾ തീർച്ചയായിട്ടും ചെളി ഒഴിവാക്കും. കാരണം നമ്മുടെ ചെരുപ്പ്, കാല്, നമ്മുടെ സാരിയൊക്കെ, ഡ്രസ്സൊക്കെ ചീത്താവില്ലേ. അപ്പോൾ നമ്മൾ സൈഡിലൂടെ ഒതുങ്ങിപ്പോവും. കുറച്ച് സ്പേസേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ആ സൈഡിലൂടെ അങ്ങ് ഒതുങ്ങിപ്പോവും. അതേസമയം ആ റോഡ് മുഴുവൻ ചെളിയാണെന്ന് ഇരിക്കട്ടെ, നമുക്ക് വേറൊരു വഴിയില്ല പോകാൻ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും?
പതുക്കെ ആണെങ്കിലും ആ ചെളിയിൽ കൂടെ തന്നെ ചവിട്ടി പോകും, പക്ഷേ സൂക്ഷിച്ച് പോകും, പതുക്കെ പോകും, അങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ഈ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. കാര്യം നമ്മൾ തീരെ നിവൃത്തിയില്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ, ഒഴിവാക്കി പോകാൻ പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ചേർന്ന് പോയാലേ പറ്റൂ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കാം ആ നെഗറ്റീവ് തോട്ടുള്ള ആൾ ജീവിച്ചിരിക്കുന്നത്, നമ്മളുമായിട്ട് അത്ര അടുത്ത ബന്ധമുള്ള ആളാവാം, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ കൊളീഗാകാം, നമ്മുടെ ഓഫീസിലെ നമ്മുടെ ജസ്റ്റ് സുപ്പീരിയർ ആകാം, ഒഴിവാക്കാൻ പറ്റുമോ എന്നും കാണേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പിന്നെ ചില അടുത്ത സുഹൃത്തുക്കളായിരിക്കും, ആ കൂട്ടത്തിൽ നമുക്ക് അവനെ മാറ്റി നിർത്താൻ പറ്റില്ല, ആ ആളും വേണം. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ അവരുടെ കൂടെ എക്സിസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ, എക്സിസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ എക്യുപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി അങ്ങ് നിറച്ച് ടൈറ്റായിട്ട് നമുക്ക് ചുറ്റും വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു സുരക്ഷാ കവചം ഇട്ടതുപോലെ അങ്ങ് നടക്കുക, ഒന്നും ഏക്കാത്ത രീതിയിൽ. ഏതെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടി അങ്ങ് കളയുക, അഫക്റ്റഡ് ആവാതെ പോവുക. പക്ഷേ പറ്റുന്നിടത്തോളം അങ്ങനെ അല്ലാത്ത ബന്ധങ്ങളാണെങ്കിൽ വഴിമാറി നടക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇവരെ ഒന്നും നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് തോന്നുമോ അവരെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോസിറ്റീവാക്കി എടുത്താലോ എന്ന് തോന്നിയാൽ ചിലപ്പോൾ കറക്റ്റഡ് ആവണം എന്നില്ല. ചിലർ കറക്റ്റഡായി വരാം, പക്ഷേ അതിനുവേണ്ടി നമ്മുടെ എനർജി സമയം കളയേണ്ട കാര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട് വരണം, അയ്യോ നമ്മളെയും കൂടി ഒന്ന് ഏതെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ദം. അവരെ നെഗറ്റീവ് എന്നും നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ ചില നെഗറ്റിവിറ്റീസ്, എല്ലാ മനുഷ്യരിലും എല്ലാവരും 100% പെർഫെക്റ്റ് അല്ല, എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഇംപെർഫെക്ഷൻസ് പോലും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളെ കറക്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അത് അങ്ങനെ അങ്ങ് വിട്ടാൽ മതി, അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് നടക്കണ്ട, ലെറ്റ് ദം ലീവ്. അവരങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇഷ്ടംപോലെ ട്രോൾസ് കാണാറുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ. എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ധാരാളം ട്രോൾസ് കാണും. ഈ ഓരോ ട്രോൾസും കാണുമ്പോൾ ഞാൻ ഓരോ ദിവസം എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഷെയർ ചെയ്ത ആൾക്കാർ പോകുന്നതും ഇങ്ങനെ ഓരോന്ന് പറയുന്നതും ഒക്കെ കാണുമ്പോൾ ഞാൻ വിഷമിക്കാൻ നിന്നാൽ എനിക്ക് വിഷമിക്കാനില്ല നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ ട്രോൾ ചെയ്യുന്നവരും ഇതൊന്നും മുഖമില്ലാത്ത മനുഷ്യരാണ്, ഫോൾസ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? പിന്നെ അവരുടെ പിന്നാലെ പോയി കേസ് കൊടുത്ത് അവരെ താഴെ കൊണ്ടുവന്ന് ഒരു ജസ്റ്റിസ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ബലം പിടിച്ച് നടന്നാൽ എനിക്ക് അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാനുണ്ട്. ഇത്തരക്കാരെ അങ്ങനെ ചെയ്യുമ്പോൾ അവരതിൽ സന്തോഷം കണ്ടെത്തുന്നു. അവർ സന്തോഷിച്ചോട്ടെ, അത് അവരുടെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ. നമുക്കതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന പോലെ നമ്മൾ ദുഃഖിക്കരുത്. നമ്മൾ ദുഃഖിക്കാൻ വേണ്ടിയും കൂടി ആയിരിക്കും ചിലപ്പോൾ അവരത് ചെയ്യുന്നത്. അവർ സന്തോഷിക്കാനും അതോടൊപ്പം എന്നെ ദുഃഖിപ്പിക്കാനുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് ബോധറിയാനേ പാടില്ല. ഞാൻ എൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ ഫോക്കസ്. അല്ലാതെ എന്നെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഞാൻ നിന്ന് കൊടുക്കാനേ പാടില്ല. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇത് ഇത്രയും പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും എന്താണ് സത്യമെന്നും എന്താണ് ശരിയെന്നും ശരികേടെന്നും ഒക്കെ എനിക്ക് കൃത്യമായി അറിയുന്ന ഒരാളല്ലേ. അതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി നമ്മൾ കാണുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മുടെ പോസിറ്റീവ് എനർജി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നിടത്തോളം വഴിമാറി നടക്കുക, ചെളിയിൽ ചവിട്ടാതെ ഇത്തരം ആളുകളെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കൂടെ പോവുക. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കുക. നമ്മൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകാതെ നോക്കുക. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എക്സിസ്റ്റൻസ് ആണ്. ഇതെല്ലാവരുമായിട്ടും ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കണം. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് നമ്മളെ ബാധിക്കാതെ നമ്മൾ നമ്മുടെ പോസിറ്റീവ് തോട്ട്സുമായിട്ട് നമ്മുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ. അത്തരം നമ്മളുടെ വർക്കിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർ നമ്മുടെ സന്തോഷം കെടുത്താനായിട്ട് അവസരം കൊടുക്കാതിരിക്കുക. അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ പോസിറ്റീവാണെങ്കിൽ ഈ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ്. അപ്പോൾ സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.